പ്രിയദർശൻ ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് പറയാൻ മറന്നുപോയൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഇത്തരത്തിലുള്ള ഏറ്റവും നല്ല മൊമെൻറ്റുകളിലൊക്കെ എവിടെ നിന്നായാലും എത്തുന്ന എൻ്റെ ഒരു സുഹൃത്താണ് പ്രിയദർശൻ. ഒരു പക്ഷേ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്ത് ഞാൻ ആദ്യമായി സംസ്കൃത നാടകം കമാനി ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇനാഗുറേഷൻ സമയത്ത്, എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയുള്ള ഏറ്റവും ഒരിക്കലും എത്തില്ല എന്ന് പറയുന്ന സമയത്ത് എത്തി എന്നെ അമ്പരിപ്പിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. സത്യേട്ടൻ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമകൾ, കുറുക്കൻ്റെ കല്യാണം മുതൽ അവസാനത്തെ സിനിമ വരെയുള്ള ഒരുപാട് എന്താ പറയണ്ടേ, സ്നേഹത്തിൻ്റെ മാത്രം ഭാഷയിൽ സംസാരിക്കുന്നത്. എന്നോട് പിണങ്ങി എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. കാര്യം ആ സമയത്ത് എന്നെ വെച്ച് പടങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. കാര്യം അങ്ങനെ ഒരു പിണക്കമൊന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ കണ്ടാൽ മൊബൈൽ ഇല്ലാത്ത സമയത്ത് അടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി മോഹൻലാൽ, ഞാൻ ആ സിനിമ കണ്ടു, അതിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കുന്നു എന്ന് പറയാൻ അത്രയും സമയമെടുത്ത് ഒരു കാറ് നിർത്തി പോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഇരുപറ എന്ന സിനിമ കണ്ടിട്ട് അദ്ദേഹം എവിടെ നിന്നോ എന്നെ വിളിച്ചു, ഏതൊരു ബൂത്തിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള എൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കാണുകയും അതിനെ സ്വന്തം സഹോദരന് കൊടുക്കുന്ന ഒരു മാന്യതയോടുകൂടി എന്നിലേക്ക് പകരുകയും ചെയ്യുന്ന സത്യൻ അന്തിക്കാടിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഒരു പക്ഷേ മലയാള സിനിമയെ ഭയങ്കരമായ ഒരു സിനിമയിലേക്ക് മാറ്റിവിട്ട ആളാണ് അദ്ദേഹം, നരസിംഹം എന്നുള്ള സിനിമയിലൂടെ. എന്നിട്ട് പുള്ളി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഏറ്റവും നല്ല സിനിമകളിലേക്ക് മാറുകയും ബാക്കി കുറേ ആൾക്കാർ അതിൻ്റെ പുറകെയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ വളരെ തമാശയായിട്ട് പറയുന്ന കാര്യം, അതും ഒരു വെളിപാടാണ്. ഇത്തരം സിനിമകൾ ചെയ്ത് നിങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കൂ, എന്നിട്ട് നിങ്ങൾ നല്ല സിനിമകൾ ചെയ്തവരെ മനസ്സിലാക്കൂ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി വച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സാമ്യം തോന്നിയ വ്യക്തി എന്ന് പറയുന്നത് പത്മരാജനുമായിട്ടാണ്. ഞാനും പത്മരാജനുമായിട്ട് വളരെയധികം, പപ്പേട്ടനുമായിട്ട് വളരെയധികം മാനസിക ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരു പക്ഷേ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും സ്വപ്നം പോലും കാണാറുണ്ട്. ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ വളരെ കാര്യമായിട്ട് വെച്ചു, പപ്പേട്ടന് ഒരു കഥ എഴുതിയിട്ട് എൻ്റെ പേര് വെച്ച് പബ്ലിഷ് ചെയ്യാൻ പറ്റും. എടാ, ശരിക്കും നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, പക്ഷെ അത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഞാനല്ല എഴുതിയതെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഛായയും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ചിന്തകളും ഒക്കെ ഞാൻ കണ്ടതും ഇപ്പോഴും കാണുന്നതുമായിട്ടുള്ള ഒരു വളരെ അടുത്ത നല്ല സുഹൃത്തും, വളരെ തുറന്ന് പറയുകയും ഒരുപാട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയും നല്ല സിനിമകളെ സ്വപ്നം കാണുകയും നല്ല സിനിമകൾ അഭിനയിക്കണമെന്ന് എന്നെ നിർദ്ദേശിക്കുകയും ഒരുപാട് നല്ല സിനിമകൾ എടുക്കാൻ പുതിയ ആൾക്കാർ സിനിമയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ നല്ല സംവിധായകൻ രഞ്ജിത്തിന് ഞാൻ നന്ദി പറയുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് നേരത്തെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതെന്നെക്കുറിച്ചാണോ പറഞ്ഞത്? പക്ഷേ ഇതിലെ ഒരു പക്ഷേ ഞാൻ കാണാത്ത അർത്ഥങ്ങൾ അങ്ങനെയാണല്ലോ. ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും, ലാല അതിങ്ങനെ കൈവച്ച് ഞാൻ പോലും അറിയാത്ത കാര്യമാണ്. അതെങ്ങനെയാണ് ഒരു ആസ്വാദകരിലേക്ക് എത്തുന്നത് പറയുന്നത് ഒരു മാജിക്കാണ്. ഒരു ചിത്രം വരയ്ക്കുന്നത്, ആ ചിത്രം നമ്മൾ വരച്ചതിനേക്കാട്ടിലും വലിയ ഒരു ഭാവനയിലേക്ക് പോകുമ്പോഴാണ് ആ ചിത്രകാരൻ വലിയ ആളാകുന്നത്. വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഒരു താഴ്വാരം എന്ന ചിത്രത്തിൻ്റെ ഒരു ആഘോഷവേളയിൽ ബോംബെയിൽ വെച്ച് MT സാറ് അവിടെ നിന്ന് പറഞ്ഞു, മോഹൻലാല് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഒരു നടൻ എന്ന നിലയിൽ. കാരണം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ എഴുതിയ കഥാപാത്രത്തെ, ഞാൻ മനസ്സിലാക്കുന്ന കഥാപാത്രത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ആ കഥാപാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ കഥാപാത്രത്തെ അതിൻ്റെ മുകളിലേക്ക് എടുത്തുയർത്തി ഞാൻ കാണാത്ത മാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒരു കലാകാരൻ, ഒരു നടൻ, അല്ലെങ്കിൽ ഏറ്റവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാണ് മോഹൻലാലെന്ന്. അതുപോലെ ഞാൻ അറിയാത്ത, ഞാൻ ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുകയും വീണ്ടും അത്തരം കാര്യങ്ങൾ, അത്തരം പ്രമേയങ്ങളിലേക്ക് എന്നെ നയിക്കാൻ ഒരു ഏറ്റവും വലിയ ഒരു
എന്താ പറയുന്ന ഒരു തള്ള് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയ, ഇപ്പോഴും മനുഷ്യ മനസ്സുകളുടെ, അല്ലെങ്കിൽ അന്ന് യുവാക്കളുടെ ഇടയിൽ, ഇപ്പോൾ ആ യുവാക്കളൊക്കെ വൃദ്ധരായാലും അല്ലെങ്കിൽ വേറെ യുവാക്കളുടെ ഇടയിലും ഒക്കെ ഇപ്പോഴും ഒരു സിംഹഗർജനമായിരിക്കുന്ന എൻ്റെ ബാലചന്ദ്രൻ ചുള്ളിക്കാരനോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് ചേർത്ത് നന്ദി പറയുന്നു.